ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. JDF സുനിതയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എങ്ങനെ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. ഞാനങ്ങനെ ബ്യൂട്ടി പാർലറിലൊന്നും അധികം പോകുന്ന ഒരാളല്ല. വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ പോയി ഒന്ന് ഫേഷ്യൽ ചെയ്താലായി. പക്ഷേ എന്നാലും ഞാൻ സ്കിൻ കെയർ ചെയ്യാറുണ്ട്. അത് ഞാൻ എൻ്റെ വീട്ടിലുള്ള സാധനങ്ങൾ, നമ്മുടെ ചുറ്റുപാടിലൊക്കെ കിട്ടുന്ന നാച്ചുറലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. ബ്യൂട്ടി പാർലറിലൊന്നും പോകാതെ തന്നെ ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് എൻ്റെ സ്കിൻ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മളുടെ ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യണം. അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിയാൽ മതി. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്ന് സ്ക്രബ് ചെയ്യും ഫേസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ്. അപ്പം അത്യാവശ്യം തരിയുള്ള അരിപ്പൊടി വേണം എന്ന് കരുതി ഒരുപാടങ്ങ് കനത്തിൽ തരിയുള്ള അരിപ്പൊടി ആകാനും പാടില്ല. അത് ഈ ഒരു പരുവത്തിലൊക്കെ എടുക്കണം. ഇനി നമ്മളൊരു പഴുത്ത തക്കാളി ഈ അരിപ്പൊടിയിൽ മുക്കിയിട്ട് ഇതേ കണ്ടില്ലേ ഇങ്ങനെ എടുക്കുക. ഇതിന് ശേഷം തക്കാളി നമ്മൾ റൗണ്ടിലാണ് കട്ട് ചെയ്യേണ്ടത്. ഞാൻ കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാട്ടോ. അപ്പോൾ ഇത് ഇനി നമ്മൾ ഫേസിൽ വെച്ച് നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യണം. നന്നായിട്ട് അങ്ങോട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ അരിപ്പൊടി അത്യാവശ്യം തരിയും കൂടെ ഉള്ള പൊടി ആയതുകൊണ്ട് മുഖത്തുള്ള പിമ്പിൾസിൻ്റെ കാരയൊക്കെ നിൽക്കുന്നതൊക്കെ ഇങ്ങ് പോരുന്നോളും. നമുക്ക് നല്ലൊരു ഫേസിനൊരു ഗ്ലോ കിട്ടാനും ഈ ഒരു തക്കാളി ഇങ്ങനെ അരിപ്പൊടിയിൽ മുക്കി ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാനിങ്ങനെ ചെയ്യാറുമുണ്ട്. പിന്നെ ഡെയിലി നമുക്കങ്ങനെ സ്കിൻ കെയർ ചെയ്യാനൊന്നും ടൈം കിട്ടാറില്ല. നമ്മളുടെ നെറ്റിക്കും ഇങ്ങനെ അങ്ങോട്ട് തേച്ച് കൊടുക്കണം. എനിക്കാണെങ്കിൽ നെറ്റിക്ക് അത്യാവശ്യം കാരയൊക്കെ വരാറുണ്ട് മിക്കവാറും. കണ്ടില്ലേ, ഇതിങ്ങനെ അങ്ങോട്ട് നന്നായിട്ട് തേച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. അപ്പോൾ തക്കാളിയും കൂടെ ആയതുകൊണ്ട് നമ്മുടെ ഫേസിന് നല്ലതാണ് തക്കാളി നീരൊക്കെ കേട്ടോ. കണ്ണിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ കണ്ണിന് ചുറ്റും കറുപ്പുള്ളവർ ആ കറുപ്പ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളരിക്ക കട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. കണ്ണിന് ചുറ്റും വെച്ച് കഴിഞ്ഞാൽ ആ കറുപ്പ് മാറുമെന്നാണ് പറയുന്നത്. പിന്നെ ഒരുപാട് കണ്ണിന് ചുറ്റും ഒരുപാട് കറുപ്പൊക്കെ വരുന്നത് ഈ ശ്വാസം മുട്ടലിന് പ്രശ്നമൊക്കെ ഉള്ളവർക്ക് അങ്ങനെ വരുന്ന കണ്ടിട്ടുണ്ട്. നല്ല രീതിയിൽ കണ്ണിന് ചുറ്റും കറുപ്പ് വരുന്ന കണ്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിങ്ങനെ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ഇതേപോലെ നന്നായിട്ട് സ്കിന്നിൽ ഇങ്ങനെ റൗണ്ടായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് പോകണം കേട്ടോ. കുറച്ച് സമയം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് സ്കിന്നിന് നല്ലൊരു ഗ്ലോയും കിട്ടും. ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം ഡാർക്ക് സ്കിൻ ടോൺ അല്ലേ, ഇപ്പം അങ്ങ് വെട്ടിത്തിളങ്ങും എന്നൊന്നും ഞാൻ പറയത്തില്ല. നിറത്തിലൊന്നും അല്ലെങ്കിലും വലിയ കാര്യമുണ്ടെന്ന് ഉള്ള വിശ്വാസത്തിലുള്ള കൂട്ടത്തിലല്ല ഞാനും. നമ്മളുടെ മൈൻഡ് പ്യുവർ ആയിരിക്കണം, അതല്ലേ വേണ്ടുന്നത്. അത്യാവശ്യം നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളയാം. ഗൈസ്, ഇത് കണ്ടില്ലേ, ഞാൻ ആ ഒരു സ്ക്രബ് പോയി വാഷ് ചെയ്ത് കളഞ്ഞു. അപ്പം ഞാൻ കുറച്ച് സമയം മാത്രമേ ആ ഒരു സ്ക്രബ് യൂസ് ചെയ്തിട്ടുള്ളായിരുന്നു. പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കളയുകയും ചെയ്തു. എന്നിട്ടും എൻ്റെ ആ ഒരു ഫേസിലെ ഒരു ടാനൊക്കെ, ആദ്യം ഉണ്ടായിരുന്ന ഒരു ടാനൊക്കെ അങ്ങ് മാറി ചെറിയൊരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് അറിയാൻ പറ്റും ആ ഒരു നല്ലൊരു സോഫ്റ്റ്നെസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതേപോലെ അരിപ്പൊടിയും തക്കാളി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു നാച്ചുറലായിട്ടൊരു സ്ക്രബ് തയ്യാറാക്കി യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് അറിയാൻ പറ്റും. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കാം. ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓമയ്ക്കയാണ് എടുത്തേക്കുന്നത്. ഇത് ഓമയ്ക്കയാണ് നമ്മളുടെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. നമുക്കിത് മിക്സിയിലിട്ട് വേണമെങ്കിലും ഉടച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്പൂൺ വെച്ചങ്ങ് ചെയ്യുവാണ്. സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം.
ക്യാമറയും കൂടെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറ്റുന്നില്ല. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് കാണിക്കാവേ. നമ്മുടെ ഓമയ്ക്ക നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ടേ. നമ്മൾ നന്നായിട്ട് പഴുത്ത ഓമയ്ക്കയാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് സ്പൂൺ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് നല്ലൊരു ജ്യൂസ് പരുവമായിട്ട് ഇങ്ങനെ പോരും. കണ്ടോ, നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഓമയ്ക്ക ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഇതിനകത്ത് വേറൊന്നും ചേർക്കാതെ ഈ ഓമയ്ക്ക അല്ലെങ്കിൽ പപ്പായ ഇത് ഇങ്ങനെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്താലും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതിന് സഹായിക്കുന്നതാണ്. ഇവിടെ നമ്മളിനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലെൻഡ് ചെയ്ത് വെച്ചേക്കുന്ന ഓമയ്ക്കയിലേക്ക് നമ്മൾ കുറച്ച് രക്തചന്ദനത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണെ. നമ്മൾ അങ്ങാടിക്കടയിലൊക്കെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്തചന്ദനത്തിൻ്റെ പൊടി കിട്ടും. അപ്പം അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കെമിക്കലൊന്നും അധികം ചേരാത്തത് അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു സാധനം കൂടെ ചേർക്കാനുണ്ട്. ഇത് കണ്ടില്ലേ, ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേനാണ് കേട്ടോ. ഈ ഒരു മിക്സിലേക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ എടുത്ത തേന. ഇവിടെ തേനീച്ചക്കൂടുണ്ടായിരുന്നു, അപ്പോൾ അത് പൊളിച്ചപ്പോൾ കിട്ടിയ തേന ഇത്. കുറേ വർഷങ്ങളായി, അതുകൊണ്ടായിരിക്കണം ഇതിന് ഇത്രയും ഒരു ഡാർക്ക് കളറ് വന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു തേൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാൻ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേനും അതേപോലെ പപ്പായയും രക്തചന്ദനത്തിൻ്റെ പൊടിയും കൂടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് കാണിക്കാമേ. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ നന്നായിട്ട് പഴുത്ത പപ്പായ ഉടച്ചതും അതേപോലെ രക്തചന്ദനത്തിൻ്റെ പൊടിയും തേനും കൂടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു ഫേസ് പാക്ക്. ഞാനിതിങ്ങനെ കൈകൊണ്ടൊക്കെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിത് സിമ്പിളായിട്ട് ചെയ്യുന്നതല്ലേ. നമുക്കങ്ങനെ മറ്റ് സാമഗ്രികളൊന്നും ഇല്ലാതെ നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന നമ്മളുടെ അടുക്കളയിൽ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാട്ടോ. ഞാനിങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത് കേട്ടോ. മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്നവർ അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണേ. പക്ഷെ എനിക്കിങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടാറുണ്ട്. നമ്മൾ അങ്ങാടിക്കടയിൽ പോയി രക്തചന്ദനത്തിൻ്റെ പൗഡർ വാങ്ങിച്ചിട്ട് അതങ്ങനെ തന്നെ പച്ചവെള്ളത്തിൽ ചാലിച്ച് മുഖത്തിട്ടാലും നമ്മളുടെ മുഖത്തെ ഒരു ടാനൊക്കെ അങ്ങ് മാറിക്കോളും. പിന്നെ ഇത് തേച്ച് കഴിഞ്ഞാൽ സ്കിന്നങ്ങ് വെളുത്ത് പാറും എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളുടെ അത്യാവശ്യം ഒരു ഗ്ലോ കിട്ടും, പിന്നെ ഒരു റിഫ്രഷ്മെൻറ്റ് കിട്ടും, അത്രയേ ഉള്ളൂ. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഭാഗത്തൂടെ, അതായത് ഈ താടിക്ക് ഈ ഭാഗത്തൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതേപോലെ നമ്മളുടെ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എങ്കിലേ ഒരു സിമിലർ കളറ് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ കഴുത്തിനും ഫേസിനും ഒക്കെ രണ്ട് കളറായി പോകും. അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ ഈ ഒരു ഫേസ് പാക്ക് ഇടാൻ കേട്ടോ. കാരണം ഇത് നന്നായിട്ട് ഡ്രൈ ആവണം. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ മുഖത്ത് പിടിക്കണ്ടേ. അങ്ങനെ നമ്മൾ ആ ഫേസ് പാക്ക് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആവണം നന്നായിട്ട്. എന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ മുഖത്തിട്ട് ഫേസ് പാക്ക് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ഫേസ് പാക്കൊക്കെ മുഖത്തുനിന്ന് കഴുകി കളഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഈ വീഡിയോയുടെ ആദ്യം കണ്ടതുപോലാണ് ഇപ്പം എൻ്റെ ഫേസ് ഉള്ളത്. അത്യാവശ്യം ഓയിലൊക്കെ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ടാനൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി ഇതിനപ്പുറം എന്താ പറയേണ്ടത്? അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു ഫേസ് പാക്കാണ്. ഇതിപ്പോൾ ഞാൻ ഒരു തവണ മാത്രമേ ഇട്ടിട്ടുള്ളൂ. രാവിലെയും വൈകിട്ടും ഒക്കെ അടുപ്പിച്ച് 2-3 ദിവസം ഇടാന്ന് വരിയിൽ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നൊരു ഫേസ് പാക്കാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ടാറ്റാ.